Hi days, it's me MS from MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് ഒരൊറ്റ വീഡിയോയിൽ നിന്ന് 10 ചോദ്യങ്ങൾ 28 മാർക്ക് വേണോ? ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം എന്നാ പിടിച്ചോ. എടാ നിങ്ങൾക്ക് 5 മാർക്കിൻ്റെ 4 ചോദ്യങ്ങളുണ്ട്, 3 മാർക്കിൻ്റെ 3 ചോദ്യങ്ങളുണ്ട്, 7 മാർക്കിൻ്റെ ഒരു ചോദ്യമുണ്ട്. ടോട്ടൽ 36 മാർക്ക് വരുന്നുണ്ട്. ബാക്കി വരുന്ന 4 മാർക്ക് വൺ വേർഡുകളാണ്. അത് നമുക്കിപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല, ഏത് ഭാഗത്തു നിന്ന് എന്തും വരാം. പക്ഷേ ഈ 20 മാർക്കിൻ്റെ സെക്ഷൻ, അതായത് 5 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ 3 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻസ്, 7 മാർക്കിൻ്റെ ചോദ്യം, അങ്ങനെ ടോട്ടൽ 36 വരുന്നുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പോൾ പറയുന്ന ചോദ്യങ്ങളിൽ നിന്ന് ഓൾമോസ്റ്റ് 28 ചോദ്യങ്ങൾ ഈവൻ ഈ ഒരു 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അടക്കം നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആർ യു റെഡി? യെസ്, പിടിച്ചോ മക്കളെ. ദാ പട്ടിയെയും മറ്റേ വിശ്വസ്തനെയും മാറി മാറി നോക്കി പത്രസ്വാമി ചോദിച്ചു, ഉനക്ക് എന്നെ വേണം. ഈ ഒരു ഡയലോഗ് തന്നുകൊണ്ടുള്ള റെസിഡന്റ് എഡിറ്റർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നിങ്ങളോട് എന്താ ചെയ്യാം, ആക്ഷേപഹാസ്യത്തിൻ്റെ സവിശേഷതകൾ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. അതായത് നാളത്തെ എക്സാം പേപ്പറിൽ പട്ടിയെയും മറ്റു വിശ്വസ്തനെയും മാറി മാറി നോക്കി പത്രസ്വാമി ചോദിച്ചു, ഉനക്ക് എന്നെ വേണം. ഈ ചോദ്യം ഈ ഒരു വാക്ക് നിങ്ങൾക്ക് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുമെന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 2, പറയൂ രവി പറഞ്ഞു സർ, ആരും ചാകാത്ത കഥ, ഖസാക്കിൻ്റെ ഇതിഹാസം. ഇനി നൂർ മുഹമ്മദിൻ്റെ വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല. ഇങ്ങനെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്നതിൻ്റെ ഭാഗത്ത് നിന്നും ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കഥയനുഭവങ്ങൾ അടിസ്ഥാനമാക്കി വിഷയത്തിൽ കഥയുടെ സ്വാധീനം ജീവിതത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുന്ന ഒരു ചോദ്യം. ഇത് രണ്ടും നല്ല 2 വാക്യങ്ങളാണ്, നല്ലൊരു ചോദ്യമാണ്. നിങ്ങളുടെ എക്സാമിന് പേപ്പറിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇത് നമ്മുടെ SSCRT സെറ്റിലുള്ള ചോദ്യം കൂടിയാണ് കേട്ടോ. ഇനി മണ്ണും മനുഷ്യനും എഴുതി വെച്ചോ, മണ്ണ് മനുഷ്യനും അല്ലെങ്കിൽ മനുഷ്യനും പ്രകൃതിയും. നാളത്തെ SSLC പബ്ലിക് എക്സാം 2026 7 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ അതിൽ ഒന്നെന്ന് പറയുന്നത് ആരാണ്? ഈ പറയുന്ന മണ്ണും മനുഷ്യനും അല്ലെങ്കിൽ മനുഷ്യനും പ്രകൃതിയും എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, തലക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തായിരിക്കും, പ്രഭാഷണം തയ്യാറാക്കാനുള്ള ചോദ്യമായിരിക്കും 7 മാർക്കിന് ചോദിക്കുക. അതല്ലെങ്കിൽ നവമാധ്യമങ്ങളെക്കുറിച്ചായിരിക്കും 7 മാർക്കിന് നിങ്ങളോട് പ്രഭാഷണം തയ്യാറാക്കാൻ വേണ്ടി പറയുക. ഏതാണെങ്കിലും പ്രഭാഷണം അല്ലെങ്കിൽ ഉപന്യാസം രണ്ടായാലും ശരി, 7 മാർക്കിൻ്റെ സെക്ഷനിൽ 2 ടോപ്പിക്ക് ചാൻസ് ഉള്ളൂ. ഒന്ന് മണ്ണും മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യൻ പ്രകൃതി, അതല്ലെങ്കിൽ നമ്മുടെ നവമാധ്യമങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ആ ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതാ പിടിച്ചോ. ഇനി ഇപ്പോൾ ഞാൻ അനേകരാണ്, ഈ മലങ്കര 7 വൻകരയുമാണ്. ഈ വരി നിങ്ങൾക്ക് നാളത്തെ SSLC പബ്ലിക് എക്സാം 2026 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരിക്കും. അതിൽ യാതൊരുവിധ മാറ്റവും ഇല്ല കേട്ടോ. ഇനി സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന് പറയുന്ന ആ ഒരു ശീർഷകം എത്രത്തോളം കവിതയ്ക്ക് ഔചിത്യം ഏറുന്നുണ്ട്, ആ ഒരു ശീർഷകം എത്രത്തോളം ഔചിത്യമുണ്ട് എന്നത് നിങ്ങളോട് ഒരു അഭിപ്രായം ചോദിച്ചുകൊണ്ടുള്ള ചോദ്യം നിങ്ങൾക്ക് പരീക്ഷാ പേപ്പറിൽ പ്രതീക്ഷിക്കാം. ഇനി എൻ്റെ ഭാഷ എൻ്റെ അഭിമാനം, പ്രകാശ് രാജിൻ്റെ വരികൾ, നെൽസൺ മണ്ടേലയുടെ വരികൾ, ഇതൊക്കെ SSCRT ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളതാണ്. പക്ഷേ എൻ്റെ ഭാഷ അല്ലെങ്കിൽ മാതൃഭാഷയുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം 5 മാർക്കിൻ്റെ സെക്ഷനിലായിരിക്കും. അതൊരിക്കലും 7 മാർക്കിൻ്റെ സെക്ഷനിലായിരിക്കില്ല. ബിക്കോസ് ഓഫ് മോഡൽ എക്സാമിന് അത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് 5 മാർക്കിൻ്റെ സെക്ഷനിൽ മാതൃഭാഷയുമായി ബന്ധപ്പെട്ട ഇതുപോലെ ഒരു ചോദ്യം നിങ്ങൾക്ക് കാണാം. പ്രകാശ് രാജിൻ്റെ പേര് നിങ്ങൾക്ക് കാണാൻ സാധിച്ചിരിക്കും. ഓക്കെ, ഇതാ ഞാൻ പറഞ്ഞ 7 മാർക്കിൻ്റെ essay ക്വസ്റ്റ്യൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നവമാധ്യമങ്ങളുടെ സാമൂഹിക ഇടപെടലുകൾ ഇന്ന് വളരെ സജീവമാണ്. എന്താ ഈ നവമാധ്യമം? നമ്മുടെ മീഡിയ 1, 24 ന്യൂസ്, MS Solution ഒക്കെ വിട്ടു. ഓക്കെ, തന്നിരിക്കുന്ന സൂചനകൾ വികസിപ്പിച്ച് നവമാധ്യമങ്ങളുടെ വിനിമയ സാധ്യതകൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കാൻ പറയുന്നുണ്ട്. പോയിന്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതനുസരിച്ച് എന്ത് ചെയ്താൽ മതി, പ്രഭാഷണം തയ്യാറാക്കിയാൽ മതി. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഉപന്യാസ രീതിയിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ദ്രോണരാമാചാര്യൻ താൻഡിക്കെ എന്തു മാനിച്ചു മറ്റുള്ളവർ നിർത്തുന്നിതു പട. കർണൻ്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് കാവ്യ സന്ദർഭത്തിൽ പ്രകടമാക്കുന്നത് കണ്ടെത്തിയെഴുതുക. നാളത്തെ SSLC പബ്ലിക് എക്സാം 2026 എഴുതി വെച്ചോ. നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ക്യാരക്ടർ സ്കെച്ച് അഥവാ കഥാപാത്രത്തിൻ്റെ നിരൂപണം എന്ന് പറയുന്നത് അത് കർണനായിരിക്കും. 1ാമത്തെ യൂണിറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കർണനായിരിക്കും. അവസാനത്തെ യൂണിറ്റിലേക്ക് വരികയാണെങ്കിൽ അത് കമ്പ്യൂട്ടർ ആയിരിക്കും. ഓക്കെ, പിന്നെ ഒരു 50-50 ചാൻസ് നളൻ കാണുന്നുണ്ട്. കർണൻ, നളൻ, കമ്പ്യൂട്ടർ, ഇത് 3 നിങ്ങൾ പഠിച്ചു വയ്ക്കോ, ഉപകാരം ഉണ്ടാവും. കർണൻ, നളൻ, കമ്പ്യൂട്ടർ, ഈ 3-1 നിങ്ങളോട് SSLC പബ്ലിക് എക്സാം 2026 ചോദിക്കുന്ന കഥാപാത്രത്തിൻ്റെ സവിശേഷതകൾ കഥാപാത്രത്തിൻ്റെ നിരൂപണം എന്ന് പറയുന്നത്. ഓക്കെ,
ദാ സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന ശീർഷകം എത്രത്തോളം ഉചിതമാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ ആൻസർ എഴുതി പഠിക്കുക കേട്ടോ. ഇനി നളൻ എന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷത ഞാൻ പറഞ്ഞു ഓൾറെഡി. നളനെക്കുറിച്ച് പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ കണ്ടിരിക്കും, അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഓക്കെ, ഇനി തണുത്ത കാറ്റ് അയാളുടെ നെറുകത്തലോടി ഇമകളെയും ചുംബിച്ചു മുടിയിഴകളെ താരാട്ടി അയാൾക്ക് ഉറക്കം വന്നു വെള്ളം ഒരു മടിത്തട്ടാണ്. കഥയുടെ ഭാവതലത്തെ പ്രകാശിപ്പിക്കാൻ ഈ വാക്യങ്ങൾക്ക് കഴിയുന്നുണ്ടോ? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക കേട്ടോ. ഓക്കെ, ഈ ചോദ്യമല്ല ഞാനിവിടെ ഉദ്ദേശിച്ചത്. ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിച്ച ചോദ്യം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറാണ് കേട്ടോ. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട സ്വഭാവ സവിശേഷതകൾ, അതായത് കഥാപാത്ര നിരൂപണം നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, കമ്പ്യൂട്ടറിൻ്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചൊരു ചോദ്യം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതേ ചോദ്യം ചോദിച്ചിരിക്കും, നോട്ട് ദ പോയിന്റ്. അപ്പോൾ ഇത്രയും 10 ചോദ്യങ്ങളാണ് നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ നാളെ കാണാൻ പോകുന്നത്. 28 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ അടിപൊളിയായിട്ട് പഠിക്കുക. ഈ ഒരു PDF നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പ് ചാനൽ ഞാൻ ഇട്ടിട്ടുണ്ട്. വാട്സപ്പ് ചാനലിലെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഫോളോ ചെയ്യാൻ മറക്കല്ലേ.